Hi my dear students. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബിസിനസ് റെഗുലേഷൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് പറയുന്നത്. ബിസിനസ് റെഗുലേഷനിൽ നമ്മൾ 5 മൊഡ്യൂൾസാണ് ഉള്ളത്. 5 മൊഡ്യൂൾസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊഡ്യൂളാണ് ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഇതിൽ കഴിഞ്ഞ 2-3 ടേമിലായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് പ്രധാനമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസാണ്. പിന്നെ ഒരു തിയറട്ടിക്കലായിട്ടുള്ള ഒരു ഇതാണ് ബാക്ക്ഗ്രൗണ്ടാണ് അല്ലെങ്കിൽ തിയറട്ടിക്കലായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് റെഗുലേഷൻ. പക്ഷേ അത് ലോ റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ടഫുമാണ്. 2 മാർക്കിന് ധാരാളം ചോദിക്കുന്ന കുറേ ടേംസുകൾ ഫസ്റ്റ് മൊഡ്യൂളിലുണ്ട്. ആ ടേംസുകളൊക്കെ നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. അപ്പോൾ അതിൽ ചോദിച്ചിട്ടുള്ള ഒന്ന് ബിസിനസ് ലോ ആണ്. ഷോർട്ട് എന്ന് എഴുതിയ 2 മാർക്കാണ്. പാരഗ്രാഫും 5 മാർക്കും എസ്സേസും കേട്ടോ. പിന്നെ എഗ്രിമെൻ്റ് എന്താണെന്നുള്ളത് പഠിക്കുക. ഇനി സെക്ഷൻസൊക്കെ വെച്ചിട്ട് നിങ്ങൾ എഴുതുകയാണെങ്കിൽ കറക്റ്റ് നിങ്ങൾക്ക് ആ സെക്ഷൻ അറിയാമെങ്കിൽ മാത്രം നിങ്ങളത് മെൻഷൻ ചെയ്താൽ മതി. എല്ലാച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ആ സെക്ഷൻ എന്താണെന്ന് പറയണ്ട. സോ ബിസിനസ് ലോ പഠിക്കണം, എഗ്രിമെൻ്റ് പഠിക്കണം, ഓഫർ എന്താണെന്ന് പഠിക്കുക, ആക്സെപ്റ്റൻസ് എന്താണെന്ന് പഠിക്കുക, റിവോക്കേഷൻ ഓഫ് ഓഫർ എന്താണ്, റിവോക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ്, രണ്ടും പഠിക്കുക കേട്ടോ. കോൺട്രാക്റ്റ് എന്താണെന്ന് പഠിക്കുക. ദെൻ എൻഫോഴ്സബിലിറ്റി എന്താണ്, പിന്നെ ടൈപ്സ് ഓർ ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺട്രാക്ട്സ് ഉണ്ട് അല്ലെ, വോയിഡ്, വോയിഡബിൾ, ഇല്ലീഗൽ, എക്സ്പ്രസ് കോൺട്രാക്റ്റ്, ഇംപ്ലൈഡ് കോൺട്രാക്റ്റ്, ഇതെല്ലാം പഠിക്കുക. കാരണം ഇതിൽ നിന്ന് എന്തായാലും ഒരെണ്ണം ചോദിക്കും കേട്ടോ. ഇനി അടുത്തത്, ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ പാരഗ്രാഫായിട്ടും ചോദിക്കാം. ഇപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് എന്ന് പറഞ്ഞിട്ടാണ് ഓരോ ക്ലാസിഫിക്കേഷനും കിടക്കുന്നത്. ഏതെങ്കിലും ഒരു ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പാരഗ്രാഫായിട്ട് ചോദിക്കാനും സാധ്യതയുണ്ട്. ദെൻ കപ്പാസിറ്റി ടു കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, പിന്നെ ടൈപ്സ് ഓഫ് ഓഫേഴ്സ്, ഏതൊക്കെ തരത്തിലുള്ള ഓഫേഴ്സാണുള്ളത്, എസെൻഷ്യൽ എലമെൻ്റ് ഓഫ് ഓഫർ, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എസെൻഷ്യൽ എലമെൻ്റ് ഓഫ് ഓഫർ. അതേപോലെ ആക്സെപ്റ്റൻസ് എന്താണെന്ന് പഠിക്കുക, എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് ആക്സെപ്റ്റൻസ് പഠിക്കുക. പിന്നെ ഫ്രീ കൺസെൻറ്റ്, കൊയേർഷൻ, മിസ്റെപ്രസെൻറ്റേഷൻ, ഫ്രോഡ്, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, മിസ്റ്റേക്ക്, ഇങ്ങനെയുള്ളത് മൊത്തം ഈ ടേംസുകൾ മൊത്തം പഠിക്കണം കേട്ടോ. ഇപ്പോൾ ഫ്രീ കൺസെൻറ്റ് പഠിക്കണം, കൊയേർഷൻ പഠിക്കണം, മിസ്റെപ്രസെൻറ്റേഷൻ, ഫ്രോഡ്, മിസ്റ്റേക്ക്, അൺഡ്യൂ ഇൻഫ്ലുവൻസ്. കൂടാതെ നമുക്കൊരു പ്രാവശ്യം എസ്സേക്ക് ചോദിച്ചിട്ടുള്ളത് ഈ മിസ്റ്റേക്കിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. അതൊരു എസ്സേ ആയിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. സോ ഇതിൽ മിസ്റ്റേക്ക് എന്താണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് എസ്സേ ആയിട്ടും ചോദിച്ചിട്ടുണ്ട്. പിന്നെ ചോദിക്കുക, ഇത് ഓരോന്നും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഡിഫറൻസുകൾ ചോദിക്കാറുണ്ട്. കൊയർഷൻ, മിസ്റെപ്രസെൻറ്റേഷൻ, കൊയർഷൻ, ഫ്രോഡ് തമ്മിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസും നമുക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ. പിന്നെ വോയിഡ് എഗ്രിമെൻ്റ്, ആ ടൈപ്സ് ഓഫ് എഗ്രിമെൻറ്റിലുള്ളതാണ് ഇല്ലീഗൽ കോൺട്രാക്ട്സ് അങ്ങനെയുള്ളത്. പിന്നെ അറ്റംപ്റ്റഡ് പെർഫോമൻസ് എന്താണെന്ന് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, അറ്റംപ്റ്റഡ് പെർഫോമൻസ്. പിന്നെ യൂണിലാറ്ററൽ മിസ്റ്റേക്ക്, ബൈലാറ്ററൽ, അതൊക്കെ നമ്മുടെ ഈ മിസ്റ്റേക്കിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. പിന്നെ കൺസിഡറേഷൻ എന്താണെന്ന് ചോദിക്കാം, കൺസിഡറേഷൻ, എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് വാലിഡ് കൺസിഡറേഷൻ. പിന്നെ പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ, പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ്, ഇങ്ങനെയുള്ള ടേംസുകളാണ് ചോദിക്കുക. ഫ്രോഡ്, മിസ്റെപ്രസെൻറ്റേഷൻ, കൊയേർഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ഇതൊക്കെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. വോയിഡ്, വോയിഡബിൾ കോൺട്രാക്ട്സ് തമ്മിലുള്ള ഡിഫറൻസ്. ദെൻ വാരിയസ് സോഴ്സസ് ഓഫ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട്, ഒരു പ്രാവശ്യം പാരഗ്രാഫായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ കപ്പാസിറ്റി ടു കോൺട്രാക്റ്റ്, പേഴ്സൺ നോട്ട് കോമിറ്റഡ് ടു എൻ്റർ ഇൻ ടു കോൺട്രാക്റ്റ്, അത് നമുക്കറിയാലോ, ഇൻസ്റ്റോൾമെൻറ്റ്, മൈനർ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതൊരു പാരഗ്രാഫായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്ഥിരമായിട്ട് വരുന്നതാണ്. ഇതിൽ തന്നെ മൈനറെ കുറിച്ചുള്ളൊരു ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് ഉണ്ടാവാറുണ്ട്, റൂൾസ് റിലേറ്റിംഗ് ടു മൈനർ എഗ്രിമെൻറ്റ്. പിന്നെ ഇങ്ങനെയൊക്കെ ചോദിക്കാം, നോ കൺസിഡറേഷൻ, നോ കോൺട്രാക്റ്റ്, അതിന് എന്തെങ്കിലും എക്സെപ്ഷൻസ് ഉണ്ട്, കുറേ എക്സെപ്ഷൻസ് ഉണ്ട്, അതിനെക്കുറിച്ച് പഠിക്കാം. അതേപോലെ മിയർ സൈലൻസ് ഈസ് നോട്ട് ഫ്രോഡ്, അതിനെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. പിന്നെ നമുക്ക് എസ്സേ ആയിട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് കോൺട്രാക്റ്റ് എന്താണ്, എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് വാലിഡ് കോൺട്രാക്റ്റ്. പിന്നെ അതേപോലെ ഓഫർ ലാപ്സ് ആവുന്നത്, അല്ലെങ്കിൽ വെൻ ഡസ് ആൻ ഓഫർ കംസ് ടു ആൻ എൻഡ്, അങ്ങനെ ചോദിക്കാം പാരഗ്രാഫ്. വേറൊരു പ്രാവശ്യം എസ്സേ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് ഓൾ കോൺട്രാക്ട്സ് ആർ എഗ്രിമെൻറ്റ്സ് ബട്ട് ഓൾ എഗ്രിമെൻറ്റ്സ് ആർ നോട്ട് കോൺട്രാക്ട്സ്, അതിനെക്കുറിച്ചിട്ട് പറയാനുള്ളത് ഉണ്ട്. പിന്നെ അടുത്തത് റെമഡീസ് ഫോർ breach of
കോൺട്രാക്റ്റ് ബ്രീച്ച് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റെമഡീസ് എന്താണെന്നുള്ളത് ചോദിക്കും. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്നാമത്തെ മൊഡ്യൂളിലുണ്ട്. വലിയ അത്യാവശ്യം നല്ല കണ്ടൻറ്റുള്ള ഒരു ചാപ്റ്ററാണ് ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. ആ മൊഡ്യൂളിൽ അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത്രയും ഭാഗം പഠിച്ചാൽ തന്നെ ആവശ്യത്തിന് മാർക്ക് നിങ്ങൾക്ക് പാസ് മാർക്ക് എന്നുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ, അത് ഏതാണ്ട് ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് കിട്ടും. അത് വിചാരിച്ചാൽ ആ ഫസ്റ്റും പിന്നെ അടുത്തൊരു ചാപ്റ്ററിലെ ഇതിൽ ഈ ഭാഗങ്ങളൊക്കെ നോക്കുന്നത് നല്ലതാണ്. ഇതാ ഇപ്പോൾ രണ്ടാമത്തെ മൊഡ്യൂളിലാണെങ്കിൽ ഈ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി, അപ്പോൾ അതൊന്ന് ഓർഡറിൽ തന്നെ നമുക്ക് പോവാം. വേജർ എന്താണെന്നുള്ളത് അല്ലേ. ദെൻ അടുത്തത് വേജറിങ് ഇതിൻ്റെ കോൺട്രാക്ട്സുകളുടെ ഫീച്ചേഴ്സ് എന്താണ്, കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ് എന്താണ്, കോസി കോൺട്രാക്ട്സ് എന്താണ്, അതേപോലെ സ്പെസിഫിക് ഗ്യാരണ്ടി, കൈൻഡ്സ് ഓഫ് ഗ്യാരണ്ടിയിൽ സ്പെസിഫിക് ഗ്യാരണ്ടി അല്ലെങ്കിൽ കൈൻഡ്സ് ഓഫ് ഗ്യാരണ്ടിയിൽ ഏതെങ്കിലുമൊക്കെ ഓരോന്ന് ചോദിക്കാം, പോണർ പോണി അങ്ങനെയുള്ളത്. അതേപോലെ വാറണ്ടീസിൻ്റെ ടൈപ്സ് ചോദിക്കും, ബെയിൽമെൻറ്റ് എന്താണ്, ബെയിലർ ബെയിലി, ഈ കാര്യങ്ങൾ. ദെൻ കോൺട്രാക്റ്റ് ഓഫ് ഏജൻസി, സബ് ഏജൻറ്റ്, സബ്സ്റ്റിറ്റ്യൂട്ട് ഏജൻറ്റ്. പിന്നെ പറയുന്നത് ഫീച്ചേഴ്സ് ഓഫ് കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി വാറണ്ടീസ് അല്ലെങ്കിൽ വാറണ്ടി പാരഗ്രാഫ്. പിന്നെ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി, കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി. പിന്നെ ഇതിലൊക്കെ എത്ര പാർട്ടീസ് ഉണ്ട് അതൊക്കെ നമുക്ക് വെറുതെ 2 മാർക്കിന് അങ്ങനെ ചോദിക്കാം. എത്ര പാർട്ടീസ് ഉണ്ട് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റിയിൽ അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയിൽ എന്നുള്ളതൊക്കെ 2 മാർക്കിന് ചോദിക്കാം. അതിന് ഒന്നിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയും കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് പഠിച്ചു വയ്ക്കുക. അത് എന്താണെന്നും പഠിച്ചു വയ്ക്കണം, അത് തമ്മിലുള്ള ഡിഫറൻസ് കാര്യമായിട്ട്. പിന്നെ അപ്പോൾ അത് ഷോർട്ടായിട്ടും പാരഗ്രാഫായിട്ടും എസ്സേയ്ക്കും പറ്റുന്ന രീതിയിൽ അതെന്ത് ചെയ്യണം, അതിനെക്കുറിച്ച് നല്ലൊരിത് ഈ ഭാഗത്തുനിന്ന് എന്തായാലും നിങ്ങൾക്കൊരു ഷുവർ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും കേട്ടോ. അടുത്ത് പിന്നെ ബെയിലർ ബെയിലിയാണ്. കഴിഞ്ഞ പ്രാവശ്യം എസ്സേയിൽ വന്നിട്ടുണ്ടായിരുന്നു. റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ബെയിലർ ഓർ ബെയിലി, അത് ബെയിലറിൻ്റെ ചോദിക്കാം, ബെയിലിൻ്റെ ചോദിക്കാം. ദെൻ റൈറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ഓഫ് ഷുവേർട്ടി, രണ്ടും റൈറ്റ്സും പഠിക്കുക, ലാബിലിറ്റീസ് അല്ലെങ്കിൽ ഡ്യൂട്ടീസും പഠിക്കുക. ഈ ഭാഗങ്ങൾ പഠിച്ചാൽ അപ്പോൾ ഇത്രയും ഭാഗം ഒന്നാമത്തെ ചാപ്റ്റർ മൊഡ്യൂള് പ്ലസ് ഇത്രയും ഭാഗം ഇത്രയും ഭാഗം പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പാസ് മാർക്കിനുള്ളതായി. പക്ഷെ അത് പോരാ, നമ്മൾ എപ്പോഴും കറക്റ്റ് പാസ് മാർക്കിലേക്കല്ല കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. പ്ലസ് നമുക്ക് എന്ത് ചെയ്യണം, നല്ല മാർക്ക് സ്കോർ ചെയ്യണം അല്ലേ. അപ്പോൾ ആ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലെ ഈ ഷോർട്ട് എപ്പോഴും ഈ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആൻസർ ചെയ്യുക എന്നുള്ളതാണ് സീലിംഗ് ആണ്. അതുകൊണ്ട് ഒറ്റ ക്വസ്റ്റ്യൻസും ഇടേണ്ട, 15 ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, എഴുതിയിരിക്കണം. രണ്ടാമത്തെ പാരഗ്രാഫിൽ വരുന്നതും എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. ഇനി തേർഡ് മൊഡ്യൂളിൽ വന്നിട്ടുണ്ടെങ്കിൽ സെയിൽ ഓഫ് ഗുഡ്സ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആദ്യം സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് എന്താണെന്ന് പഠിച്ചോളൂ. മേ ബി അത് 2 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ ചോദിക്കാം, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് എന്താണെന്നുള്ളത് ചോദിക്കാം. പിന്നെ അൺപെയ്ഡ് സെല്ലർ എന്താണ് ചോദിക്കാം, ഫ്യൂച്ചർ ഗുഡ്സ് എന്താണ്, ലീൻ എന്താണ്, ഇതേപോലത്തെ ടേമുകൾ. കോണ്ടം മെറിറ്റ്, ഓപ്ഷൻ സെയില്, കവീറ്റ് എംപ്റ്റർ അല്ലെങ്കിൽ ഡോക്ട്രിൻ ഓഫ് കവീറ്റ് എംപ്റ്റർ, ഷോർട്ടായിട്ടും ചോദിക്കാം, പാരഗ്രാഫായിട്ട് അതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനും പറയും. ഏജൻറ്റ് എന്താണ്, ദെൻ വാറണ്ടീസ് അണ്ടർ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്. ഇത് കഴിഞ്ഞ പ്രാവശ്യമായിട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ഒരു പ്രാവശ്യം നമുക്ക് ഈ വാറണ്ടീസ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്റ്റിലുള്ള വാറണ്ടീസ് പറഞ്ഞിട്ടുണ്ട്. ദെൻ എലമെൻറ്റ്സ് ഓഫ് കോൺട്രാക്റ്റ് ഓഫ് സെയിൽ, ഒരു എസ്സേ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. കോൺട്രാക്റ്റ് ഓഫ് സെയിലിലെ മെയിൻ എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത്. പിന്നെ ഒരു എസ്സേ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് സെയിലും എഗ്രിമെൻ്റ് ഓഫ് സെയിലും തമ്മിലുള്ള ഡിഫറൻസ്. അത് പാരഗ്രാഫായിട്ടും ചോദിക്കാൻ പറ്റും, ഒരു എസ്സേ ആയിട്ടും ചോദിക്കാൻ പറ്റും. പിന്നെ വേറെ പറയുന്നത് അൺപെയ്ഡ് സെല്ലറിൻ്റെ റൈറ്റ്സ് എന്തൊക്കെയാണ്. അപ്പോൾ അൺപെയ്ഡ് സെല്ലർ പഠിക്കുക, അൺപെയ്ഡ് സെല്ലറിൻ്റെ റൈറ്റ്സ് പഠിക്കുക. അതും ഒരു കാര്യം കൃത്യമായിട്ട് അത് മൊത്തം പഠിച്ചു വയ്ക്കുക. അതേപോലെ സെയിലും എഗ്രിമെൻ്റ് സെയില് അത് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. പിന്നെ ഈ കോണ്ടംമെറിറ്റ് എന്നുള്ള ടേം, ഡോക്ട്രിൻ ഓഫ് കവീറ്റ് എംപ്റ്റർ അങ്ങനെയുള്ളത് പഠിക്കുക. പിന്നെ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ, അൺപെയ്ഡ് സെല്ലർ പഠിക്കണം കേട്ടോ. അൺപെയ്ഡ് സെല്ലർ, ഫ്യൂച്ചർ ഗുഡ്സ്, ലീന് ഇത് ചോദിക്കാറുള്ളതാണ്, സ്ഥിരമായിട്ട് കണ്ടുവരുന്നതാണ്. മൊഡ്യൂൾ 4 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, കൺസ്യൂമർ എന്താണെന്ന് പഠിച്ചു വയ്ക്കുക ആദ്യം. അത് നമുക്ക് എന്തായാലും സംശയമില്ലാതെ എഴുതാൻ പറ്റുന്നൊരു സാധനം. പിന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്റ്റിനെ കുറിച്ച് വെറുതെ ചോദിക്കാം.
കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന്. അപ്പോൾ അത് എന്താണ്, എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചാൽ മതി. 2 മാർക്സിന് അങ്ങനെയും ചോദിക്കാം. പിന്നെ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് എന്താണ്, അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് ചോദിച്ചിട്ടുള്ളതാണ്. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് RTI ആക്ട്, ഫീച്ചേഴ്സ് ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, പിന്നെ കൺസ്യൂമർ എന്താണ്, റൈറ്റ്സ് ഓഫ് കൺസ്യൂമർ പാരഗ്രാഫായിട്ട് ചോദിച്ചിട്ടുള്ള കേട്ടോ. പിന്നെ സ്റ്റേറ്റ് കമ്മീഷൻ അല്ലെങ്കിൽ നാഷണൽ കമ്മീഷനെ കുറിച്ചിട്ട് പാരഗ്രാഫായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ രീതിയിൽ ഉള്ള ക്വസ്റ്റ്യൻസാണ് ഇതിൽ നിന്ന് 2 മാർക്സ് ആൻഡ് 5 മാർക്സ്. LLP എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പും അതേപോലെ അതിൻ്റെ ഫീച്ചേഴ്സ് പഠിക്കുക. ഇത്ര കാരണം ഒരുപാട് പിന്നീട് അങ്ങോട്ട് എന്ത് ചെയ്യണ്ട, കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട. എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അതുമായിട്ട് ബന്ധപ്പെട്ടത് ചെറിയൊരു പാരഗ്രാഫും ഷോർട്ട് ആൻസേഴ്സും വന്നാൽ എഴുതാൻ പറ്റുന്ന അത്രയും മൊഡ്യൂൾ 5 പഠിച്ചാൽ മതി. ബാക്കി കംപ്ലീറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം 1, പിന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് 2, 3 ഏതൊക്കെ കാര്യങ്ങളാണ് മെയിനായിട്ട് കൊടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറും വിടാതെ എഴുതുക എന്നുള്ളതാണ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. വെറുതെ നമ്മൾ എന്ത് ചെയ്യരുത്, മാർക്ക് ഇടാൻ സ്കോപ്പ് ഇല്ലാതാക്കരുത്. മാർക്ക് ഇടാൻ സ്കോപ്പ് ഉണ്ടാവണമെങ്കിൽ മാർക്ക് എന്തെങ്കിലും നിങ്ങൾ ആ കാര്യത്തെക്കുറിച്ചിട്ട് നിങ്ങൾ എഴുതി വെക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആരും ആൻസർ പേപ്പർ ബ്ലാങ്ക് ആയിട്ട് വിടരുത്. കൃത്യമായിട്ട് എല്ലാത്തിനും ആൻസർ ചെയ്യുക. നല്ല രീതിയിൽ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് എഴുതാൻ ശ്രമിക്കുക. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. പിന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ അതിലേക്ക് വിടുക. ഓക്കെ, താങ്ക് യു.